ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുര. കഴിഞ്ഞ ദിവസം എൻ്റെ മോനെ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ, അതായത് ഞങ്ങൾ ആഹാരം കഴിക്കാനിരിക്കവേ ഞാൻ അവനോടൊന്ന് ചോദിച്ചുകൂടാ, ജീവിതത്തിൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ജോലി എന്താ? എനിക്കറിയാം അവൻ പട്ടാളക്കാരൻ ആകണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ പലപ്പോഴും ഈ പട്ടാളക്കാരെ പുകഴ്ത്തി പറയുന്നത്, മിലിറ്ററിക്കാരെയൊക്കെ പറ്റി പുകഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഉറങ്ങുന്നത് അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ്. അവർ ഈ അതിർത്തി സേനയിലൊക്കെ മഞ്ഞ് മലയിലും അതുപോലെയൊക്കെയുള്ള സ്ഥാനത്ത് സഹിക്കാൻ പറ്റാവുന്ന വേദന അനുഭവിച്ചൊക്കെ കൊണ്ടാണ് ചിലരൊക്കെ അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ സുഖമായി കിടന്നുറങ്ങാനാണ്. ഇങ്ങനെയൊക്കെ അവൻ പറയുന്നതൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്, എന്ത് ജോലിയാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ അവനോട് ചോദിക്കുമ്പം അവൻ പട്ടാളക്കാരുടെ പേര് പറയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് മറ്റൊന്ന്. അവന് ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ജോലി ആംബുലൻസ് ഡ്രൈവർ ആകുന്നതാണ്. ആംബുലൻസ് ഡ്രൈവർ. അപ്പം ഞാൻ അവരോട് ചോദിച്ചടാ, ഈ ആംബുലൻസ് ഡ്രൈവറെ നീ ഇത്രയധികം ഇഷ്ടപ്പെടാൻ ആ ജോലിക്ക് എന്താ പ്രത്യേകത? നീ ഇതിന് മുൻപൊക്കെ പറഞ്ഞത് നിനക്കൊരു പട്ടാളക്കാരനാകണമെന്നും പട്ടാളക്കാരുടെ അതുപോലുള്ള ജോലിയാണ് ഏറ്റവും അന്തസ്സും അഭിമാനവും മനസ്സിന് കുളിർമയേകുന്നതും ഒക്കെയുള്ള നല്ലൊരു ജോലി, അതാണ് ദേശസ്നേഹം, ദേശത്തിന് സേവിക്കുക, ഇതൊക്കെയാണല്ലോ നല്ല ജോലി എന്ന് പറഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നാൻ. ഇപ്പോഴെന്നല്ല പാപ്പ, നേരത്തെയും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് തന്നെ ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ തൻ്റെ ജീവൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആ പോക്കുണ്ടല്ലോ. ആക്സിലേറ്ററിലേക്ക് ഒരു പ്രാവശ്യം കാല് ചവിട്ടിക്കഴിഞ്ഞാൽ ആ കാല് അയാൾ ഉയർത്താറില്ല. ഒരുപക്ഷെ മരണം തനിക്ക് സംഭവിക്കും എന്ന ഉറപ്പുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ളൊരു പോക്കുണ്ടല്ലോ പപ്പ, അതിന് എന്ത് പേര് പറയും? പട്ടാളക്കാരെ സംബന്ധിച്ച് പറയുമ്പം അവരെ ഒരു താഴ്ത്ത് കിട്ടലിനോ ഒന്നുമല്ല ഒരുങ്ങുന്നത്. അവർക്ക് പല സുവിധകളും പല ആനുകൂല്യങ്ങളും ലഭിക്കുമ്പം ഒരു ആംബുലൻസ് ഡ്രൈവറിന് എന്താണ് വിശേഷിച്ച് ലഭിക്കുന്നത്? അവനൊന്നും ആവശ്യപ്പെടാറുമില്ല, ഒന്നും കിട്ടണമെന്ന് മോഹിച്ചിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. എങ്കിലും ഇന്നടത്തൊരു രോഗിയുണ്ട്, അവനെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ ഒന്നും നോക്കാറില്ല, പരിസരം പോലും ശ്രദ്ധിക്കാറില്ല. താൻ ആരാണ്, എന്താണ്, തൻ്റെ വീട്ടിൽ ആരുണ്ട്, എന്തൊക്കെയുണ്ട്, ഒന്നും ചിന്തിക്കാറില്ല. അകത്ത് കിടക്കുന്ന ആ രോഗിയെപ്പറ്റി മാത്രം ചിന്തിക്കുക, ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുക, ഈ ഒറ്റ ലക്ഷ്യത്തോടെയുള്ള പോക്ക്, ആ വ്യക്തിയുടെ ജീവൻ തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരൊറ്റ പാച്ചില്ല. അവർ സല്യൂട്ടിന് അർഹനല്ലേ അപ്പ? എന്നോട് ചോദിച്ച ചോദ്യം. ഒരു നിമിഷം ഞാൻ സ്തപിച്ചു പോയി. എനിക്കൊരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് എന്നെ സന്തോഷിപ്പിച്ചത്. ഞാൻ ചിന്തിക്കുന്ന രീതിയിലൊക്കെയാണ് ചിലപ്പോഴൊക്കെ അവനും ചിന്തിക്കുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്കും സന്തോഷം തോന്നി. ശരിയല്ലേ അവൻ പറഞ്ഞത്? ഒരു ആംബുലൻസ് ഡ്രൈവറെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റുള്ള ഡ്രൈവർമാരിൽ നിന്നും വ്യത്യസ്തമാണ് അവർ. അവരുടെ പോക്ക്, അവരുടെ നീക്കം എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തം തന്നെ. അവർക്കൊരു സല്യൂട്ടിന് യോഗ്യതയുള്ളവരാണ്, അല്ലേ? അപ്പോൾ അവനോട് തിരിച്ചു വേറൊരു ചോദ്യം ചോദിച്ചു. പപ്പ എന്നോട് ചോദിച്ചോണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം പപ്പായ്ക്ക് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ അവിടെ കൊണ്ടുവിടാനും തയ്യാറാണ് എങ്കിൽ പപ്പ എവിടെ പോകും? ഇത് ചോദ്യം പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഏത് പ്രവാസിയുടെയും ഉത്തരം അതുതന്നെയായിരുന്നു എൻ്റെ ഉത്തരം. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഏത് വ്യക്തിയുടെയും ഉത്തരം അതുതന്നെയായിരുന്നു എൻ്റെ ഉത്തരം. ഏത് വ്യക്തിയും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, അവൻ്റെ നാട്, അവൻ്റെ വീട്, അതാണ്. ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവനൊരു ചോദ്യം, പപ്പ ഇന്ന് പപ്പായുടെ ആ വീട് അവിടെ
അപ്പച്ചനില്ല, അമ്മച്ചിയില്ല, സഹോദരനാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പപ്പ എന്തുകൊണ്ട് നാട് തിരഞ്ഞെടുക്കുന്നു? പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇന്ന് പുതിയ തലമുറ ഗൂഗിൾ യുഗമാണ്. ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ ആ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, എതിലേ പോകണം, എങ്ങോട്ട് പോകണം, അവിടെ ചെന്നെത്തും. ഏത് ചോദ്യത്തിനും ഉത്തരം അത് തരും. പക്ഷേ ഞാൻ ജീവിച്ചൊരു കാലവും കാലഘട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും വീട്ടിൽ ചെല്ലുമ്പം, എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അമ്മയുടെ മുലപ്പാലിൻ്റെ മണം എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എൻ്റെ അച്ചായുടെ പാരകൻ്റെ തേഞ്ഞ ചെരുപ്പ് ഉരച്ചുകൊണ്ട് അച്ചായി വരുന്നതായിട്ട് എനിക്ക് തോന്നും. ആ ശബ്ദം നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് കേൾക്കാം. അതൊക്കെ ഒരു കഷ്ടപ്പാടിൻ്റെ കഥയായിരുന്നു. അവരൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി, എൻ്റെ അപ്പൻ്റെ മാത്രമല്ല, അവരുടെയൊക്കെ കഷ്ടപ്പാടുകളുടെ കഥ പുതിയ യുവങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ സ്നേഹത്തിൻ്റെ കഥ, ആ കൂട്ടുകാരുടെ കഥ. അന്നത്തെ കൂട്ട് എന്നൊക്കെ പറയുന്നത് അത് കൊച്ചുനാളിൽ തുടങ്ങിയ കൂട്ട്. എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറയാൻ കാരണം, ആ ഇടവഴിയിലൂടെയൊക്കെ, ആ വെള്ളത്തണ്ടുകളൊക്കെ വളർന്നിരിക്കുന്ന ആ ഇടവഴികളിലൂടെയൊക്കെ ഒന്ന് ഓടണം. താഴത്തെ ആ കണ്ടത്തിൻ്റെ എരുമ്പത്ത് ഒരു പുഞ്ചപ്പാടത്തിന് സൈഡിലായിട്ട് അവിടെ ഒരു ഓലി വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരെണ്ണമുണ്ട്. അവിടെ ഞാൻ തൊട്ടിയിൽ വെള്ളം കോരി കുളിക്കും. എന്തോ തണുത്ത ശുദ്ധജലം. അതുകൊണ്ട് അതിരാവിലെ ചെന്നുള്ളൊരു കുളി. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിലേക്ക് എടുത്തൊന്ന് ചാടുക. തോർത്തെടുത്തോട്ടുണ്ട്, എടുത്തൊരു ചാട്ടം, ഉണ്ടയിട്ട് ഇങ്ങേക്കരയിൽ നിന്ന് അങ്ങോട്ടൊക്കെ പോവുക. ആ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാടിൻ്റെ മണം, ആ ചേറിൻ്റെ മണം, ആ നാട്ടുകാരുടെ മണം, അതൊരു മണം തന്നെയാണ്. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ മറുനാട്ടിൽ താമസിക്കുന്ന, സ്വന്തം ഗ്രാമം വിട്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെയായിരിക്കും, അവരെല്ലാം ആദ്യം ആഗ്രഹിക്കുന്നത്, നീ കണ്ട ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ, നിനക്ക് എവിടേക്ക് നീ പോകാൻ ആഗ്രഹിക്കുന്നു, ഏത് സ്ഥലം വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഉത്തരവ് ഉണ്ടാകും, എൻ്റെ നാട്, എൻ്റെ നാട്. വിശേഷിച്ച് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ നാട്ടിന് ഒരു പുണ്യക്ഷേത്രം കൂടിയുണ്ട്, പ്രതിഭ ആർട്സ് ക്ലബ്. 52 വർഷം കഴിഞ്ഞു സ്ഥാപിതമായിട്ട്. ഇന്നും നാടും നാട്ടുകാരും ഒരുപോലെ സ്നേഹിക്കുകയും മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എൻ്റെ നാട്ടിലെ ഒരു പുണ്യസ്ഥലം, അതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് അതൊന്ന് വേറെയാണ്. ഞാൻ അവനോടത് പറഞ്ഞ് മനസ്സിലാക്കി. വളരെ നേരം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അവനത് മനസ്സിലാകുന്നത്. ഇതിന് ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഡൈനിങ് ടേബിളിൽ നിന്ന് പോകുന്ന വെറുതെ ഒന്ന് ചോദിച്ചു, ഞാനൊരു വീഡിയോ ആക്കി അത് മാറ്റിയെന്ന് മാത്രം. എൻ്റെ ഉത്തരങ്ങൾ തന്നെയായിരിക്കും പലർക്കും. അച്ഛനും അമ്മയും മരിച്ചു പോയി, ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും എല്ലാവരും ആഗ്രഹിക്കുന്നത് നാട്ടിൽ പോകാനാണ്. ഒരുപക്ഷെ നമ്മൾ താമസിച്ചിരുന്ന ആ വീട് നമ്മുടെ ചേട്ടനോ അനിയനോ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമുക്കൊരു പെങ്ങളുണ്ട്. നമുക്ക് ധൈര്യസമേതം നാട്ടിൽ നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ പോകാം. അത് മൂത്ത പെങ്ങളാണെങ്കിലും ഇളയ പെങ്ങളാണെങ്കിലും, മൂത്തതാണെങ്കിൽ പറയുക പോലും വേണ്ട, നമുക്ക് ധൈര്യസമേതം നാട്ടിൽ പോകുമ്പോൾ ആ പെങ്ങളുടെ അടുത്ത് പോകാം. കാരണം അവിടെ കയ്യിൽ തഴമ്പുണ്ടായിരിക്കും. നിൻ്റെയും എൻ്റെയൊക്കെ ചന്തി കഴിയുക തഴമ്പ്. കൊച്ചുനാളിൽ ആ പെങ്ങളായിരിക്കും നമ്മളെ വളർത്തിയത്. നമുക്ക് ധൈര്യസമേതം പോകാം. ഏത് വീട്ടിലും നമ്മൾ കയറണ്ട, ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ്, ഞങ്ങളിവിടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുന്ന സഹോദരങ്ങളുടെ വീട്ടിൽ നമ്മളെ ഒഴിച്ച് മാറ്റിയേക്കാം. പക്ഷെ ഒരു പെങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം ആ തഴമ്പ് അവളുടെ കയ്യിലുണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ ആങ്ങളെ മൂത്താണെങ്കിൽ അധികാരത്തോടെ, ഒരു വക്കീലിൻ്റെ ഭാവത്തോടെ അവൾ സംസാരിച്ചുള്ളൂ. പക്ഷെ അതിനെന്തുവായി ചെയ്യുന്നത്, ചേട്ടായി എന്തുവായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശാസിക്കാനുള്ള അധികാരമൊക്കെ ഉള്ള ഒരു പെങ്ങൾ നമുക്കുണ്ട്. നാട്ടിൽ ചെല്ലുമ്പം ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ സാധിക്കത്തില്ലെങ്കിലും ആ പെങ്ങളുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം ധൈര്യസമേതം. ഉറപ്പ് തരാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശവശരീരത്തിനടുത്തായി കരയാൻ ഒരാളുണ്ടായിരിക്കും. ആരുമില്ലെങ്കിലും നമ്മുടെ പെങ്ങൾ, ഒന്നിലധികം പെങ്ങളുണ്ടെങ്കിലും അവർ ശരീരത്തിനടുത്തിരുന്ന് ഒരു തുള്ളി കണ്ണുനീർ വാർക്കുവാൻ, കരയുവാൻ അവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മോനെ, പപ്പ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവരെയൊക്കെ കാണുക. എൻ്റെ ഏറ്റവും സുന്ദരമായ സ്ഥലം, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരമായ സ്ഥലം എൻ്റെ ഗ്രാമം. എനിക്ക് വേണ്ടപ്പെട്ടവർ അവർ തന്നെയാണ്, അവർ ജീവിക്കുന്ന സ്ഥലം. അത് വിദേശത്തുനിന്നും പോയാൽ കിട്ടുന്ന ആ സൗകുമാര്യവും ആ
ലാളിത്യവും ആ കണ്ണിന് കിട്ടുന്ന നയന മനോഹാരിതയൊന്നും നാട്ടിൽ കിട്ടുന്ന പോലെ എങ്ങും കിട്ടില്ല. കാരണം എൻ്റെ ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നത് നാട്ടിലാണ്. എൻ്റെ ചിലരുടെയൊക്കെ മണം ആ നാട്ടിലുണ്ട്. ഒരുപക്ഷെങ്കിൽ മരിച്ചവരായിരിക്കാം, അവരുടെ മണം ഇന്നും 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 നാട്ടിലുണ്ട്. അത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുരം.